ഇതെന്നാമേ തേങ്ങ എല്ലാം കൂടെ പൊതിക്കുന്നേ? നമുക്ക് കപ്പ വയ്ക്കണ്ടേ, അതിന് ഇച്ചിരി അരപ്പുണ്ടാക്കാൻ വേണ്ടി പൊതിച്ചതാ. അപ്പൊ അമ്മയിൽ ഇന്നലെ പറഞ്ഞ് വീട്ടിലെ കപ്പയെല്ലാം തീർന്നു. നമ്മുടെ വീട്ടിലെ കപ്പ തീർന്നെന്ന് പറഞ്ഞേ, പക്ഷെ നമുക്ക് ഇവിടെ കപ്പയുണ്ട്. കപ്പയൊക്കെ എല്ലാ സീസണിലും കാണിയല്ലോ. ഞാൻ അതുകൊണ്ട് നല്ല ധൈര്യത്തിന് വേണ്ടി ഫ്രോസൺ കപ്പ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊൻകതിറിന്റെ കപ്പയൊക്കെ സ്മോൾ കട്ട്സ് അല്ലേ, കപ്പ ചെറിയ കഷ്ണങ്ങളാക്കിയത്. കപ്പ ഉണ്ടാക്കാനൊന്നും ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ ഫ്രോസൺ കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 തിളച്ചേ ഉള്ളൂ. കപ്പ നല്ല പുട്ട് പോലെ വെന്തു കേട്ടോ. നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റി എടുക്കാവേ. നമ്മൾ വെള്ളം ഊറ്റി വെച്ചേക്കുന്ന കപ്പയ്ക്കകത്തിട്ട് നല്ല കാന്താരി മുളക് അരച്ച അരപ്പില്ലേ, ആ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. നല്ല ആവിയൊക്കെ വന്നു കേട്ടോ. ആവി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കാവേ. പുട്ട് പോലെ വെന്ത് പൊടിഞ്ഞുണ്ടോ. അങ്ങനെ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ടേ. പ്ലേറ്റിലേക്ക് അങ്ങ് ഇടുക. കറിയൊന്നുമില്ല മീൻ വറുത്തത്, ചെമ്പല്ലിയും പിന്നെ ഇതന്നെ ഏത് മീനാ? ഇത് ആവോലി. ആവോലിയാ എന്നാ വേണമല്ലോ. ഇത് മീൻകറി വേണമെങ്കിൽ മീൻകറി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. തലേദിവസത്തെ മീൻകറി. ഇവിടെ എന്ന് വന്നാലും തലേദിവസത്തെ മീൻകറി കിട്ടും, ഇന്നത്തെ മീൻകറി കിട്ടത്തില്ല. മീൻ എപ്പോഴും തലേദിവസയുടെ ടേസ്റ്റ് കിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, എന്ന് വന്നാലും തലേദിവസത്തെ കിട്ടത്തുള്ളൂ, ഇന്നത്തെ മീൻകറി ഇവിടെ കിട്ടത്തില്ല. അപ്പൊ കഴിച്ചാൽ വേണമെങ്കിൽ മീനിന്റെ ചാറ് കൂടെ അതിന് വെള്ളം തൂളിക്കാനോ. മീൻ ചാറ് കൊടുത്തോളാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയേണ്ട കാര്യമില്ല കേട്ടോ. ഞാനൊന്ന് എന്നാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫ്രോസൺ മേടിക്കുന്ന കപ്പയൊക്കെ ചിലപ്പോൾ കയ്പ്പ് കാണും, അല്ലെങ്കിൽ അതിൽ കട്ടുണ്ടാവും അല്ലേ? അതെ, കട്ട് കാണും, ചിലത് വേഗിയല്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടോ, ഒരു പ്രശ്നമില്ല. നമുക്ക് മേടിച്ച് വെക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമേ. മീനും കൂടെ ഒന്ന് കഴിച്ച് നോക്കണം. ഏതായാലും ഇത്ര ആയില്ലേ. ചെമ്പല്ലിയും കൂടെ ഒന്ന് പയ്യെ ഇച്ചിരി ഉള്ളി എടുത്ത് വായിക്കൂടെ വെള്ളം വന്നു തുടങ്ങി കേട്ടോ. ഒന്നും പറയാനോ കേട്ടോ, സൂപ്പർ. നമ്മുടെ പൊൻകതിറിൻ്റെ എല്ലാ ഫ്രോസൺ പ്രൊഡക്ട്സും ഇപ്പോൾ ഓസ്ട്രേലിയയിലെ എല്ലാ ഇന്ത്യൻ സ്റ്റോറിലും അവൈലബിൾ ആണ് കേട്ടോ. ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇനി പോണതിന് മുമ്പ് നിനക്ക് എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, മതി. സൂപ്പർ ആട്ടോ. എന്നാൽ നമുക്ക് പോയി പൈക്ക് ചെയ്യാം. ശരിയമ്മേ. ഓക്കെ.